إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ 4 ഖുത്ബകളിൽ മാതാപിതാക്കൾക്ക് ബിർറും ഇഹ്സാനും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും ശ്രേഷ്ഠതയുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ എതിർവശം, അതായത് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കടമകളും ബാധ്യതകളും പുണ്യവും നന്മയുമൊന്നും ചെയ്യാത്ത, അവരെ ധിക്കരിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതും ഹദീസുകളിൽ വന്നതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എന്ന് മാത്രമല്ല, പ്രസവിക്കുകയോ അല്ലെങ്കിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുകയോ ചെയ്യുന്ന ജീവജാലങ്ങളെ പരിശോധിച്ചാൽ മനുഷ്യരെ പോലെ തന്നെ പൂർണ്ണമല്ലെങ്കിലും അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതല്ലെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും മക്കളുടെ സംരക്ഷണത്തിനും അവരുടെ പരിപാലനത്തിനുമായി ഈ ഉൽപാദനം നടത്തുന്ന മാതാപിതാക്കൾ, അതിന്റെ മാതൃജീവികളായ ആണും പെണ്ണും, ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അവയെ ഇഷ്ടപ്പെടുന്നു, അവയെ പരിപാലിക്കുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയിൽ നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല, കന്നുകാലികളായിരുന്നാലും ഇഴജന്തുക്കളാണെങ്കിലും പറവകളാണെങ്കിലും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, മക്കളെ പരിപാലിക്കുന്നു, മക്കളെ സംരക്ഷിക്കുന്നു. ഇത് ഇപ്പറഞ്ഞ ജീവികളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജീവനില്ലാത്ത മറ്റു വസ്തുക്കൾ പരിശോധിച്ചാൽ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെ കുരുകളിൽ നിന്ന്, വിത്തുകളിൽ നിന്ന് മുളച്ചുണ്ടാവുന്നവയാണ്. ഒരു ചെടി അല്ലെങ്കിൽ ഒരു സസ്യം മുളച്ച് വലുതാകുമ്പോഴേക്ക് ആ വിത്ത് അല്ലെങ്കിൽ ധാന്യം, ആ കുരു, അത് മുഴുവൻ ഈ വളർന്നു വരുന്ന ചെടി വലിച്ചെടുത്തിട്ടുണ്ടാവും. പിന്നെ ബാക്കിയാകുന്നത് അതിന്റെ പുറന്തോട് മാത്രമാണ്. അതും ബാക്കിയാവുകയില്ല, അത് ദ്രവിച്ച് മണ്ണിൽ ലയിച്ചു പോകും. ഇങ്ങനെ പൂർണ്ണമായി ലയിച്ച് അല്ലെങ്കിൽ ആ വിത്തും കുരുവും നശിച്ചാണ് ഒരു ചെടി ഉടലെടുക്കുന്നത്. ഇതേപോലെ, കാരണം ആ കുരുവിനെയും ചെടിയെയും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയാണ് ഒരു ചെടി വളർന്നു വരുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ അങ്ങനെ പൂർണ്ണമായി നശിച്ചു പോകുന്നില്ലെങ്കിലും അവരുടെ ജീവിതം മുഴുവൻ, അവരുടെ അധ്വാനം, സമയം, സമ്പത്ത്, പ്രയത്നങ്ങൾ, ഇതൊക്കെ അവർ ചെലവഴിക്കുന്നത് തങ്ങൾ ജന്മം നൽകിയ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയാണ്. ഇനി മറ്റ് ജീവജാലങ്ങൾ പരിശോധിച്ചാൽ, ഇപ്പം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു? ആ മുട്ടയിലുള്ള പൂർണ്ണമായ വസ്തുക്കൾ, അതിന്റെ വെള്ളയും കരുവും മഞ്ഞയും വെള്ളയും എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് ഈ കുട്ടി പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത് വരെ. ഇതാണ് അതിന്റെ ഭക്ഷണം. അതിനോടൊപ്പം തള്ളയുടെ പരിപാലനം ഉണ്ടാകുന്നു. ബാക്കിയാകുന്നത് ഈ തോട് മാത്രമാണ്. അപ്പൊ ഇത് അല്ലാഹു ദുനിയാവിൽ ജീവജാലങ്ങളിലും അല്ലാത്തതിലും ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് എന്ന് ചുരുക്കം. എന്നാൽ മാതാപിതാക്കൾ മക്കൾ ജനിക്കുന്നതോടുകൂടി ദ്രവിച്ചു പോകുന്നില്ല, മരിച്ചു പോകുന്നില്ല. അവർ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിലും മക്കളെ പോറ്റി വളർത്താനുള്ള അധ്വാനം, അതിന് അവർ ചെലവഴിക്കുന്ന പ്രയത്നങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ പരിശോധിച്ചാൽ ഈ മക്കളെ പരിപാലിക്കാൻ വേണ്ടി കുട്ടികൾ പ്രായപൂർത്തിയെത്തുന്നത് വരെ മാത്രമല്ല, അതിന് ശേഷവും രക്ഷിതാക്കൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ആ അധ്വാനത്തിന്റെ ഫലമായി അവരുടെ ഊർജം അവർ ചെലവാക്കുന്നു, സമ്പത്ത് ചെലവഴിക്കുന്നു, ഊണ് നഷ്ടപ്പെടുത്തുന്നു, ഉറക്കൊഴിവാക്കുന്നു. അങ്ങനെ ചൂടും തണുപ്പും രാപ്പകൽ വ്യത്യാസമില്ലാതെ 60, 70, 80 വയസ്സായിട്ടും മക്കളെ പോറ്റാൻ വേണ്ടി പണിയെടുച്ച് തോലും എല്ലും മാത്രമായി ഒടിഞ്ഞു വളഞ്ഞ ഉണങ്ങിപ്പോയ മനുഷ്യന്മാരെ ഈ ദുനിയാവിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കാണാം. പക്ഷേ അങ്ങനെ എല്ലും തൊലിയുമായി മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴും അവർ നിരാശരല്ല. അവർ സന്തോഷത്തോടുകൂടി മക്കൾക്ക് വേണ്ടിയാണ് എന്ന നിലക്കുള്ള സംതൃപ്തിയോടുകൂടിയാണ് അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരിൽ ഏറെ പേരും തങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ഈ മാതാപിതാക്കൾക്ക് അവർ നൽകിയ സ്നേഹവും അധ്വാനവും സമ്പത്തും ആ വാത്സല്യവും കാരുണ്യവും അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ അധിക പേരും അത് മറക്കുന്നു എന്നതാണ് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, മാതാപിതാക്കൾക്ക് അവർ നമുക്ക് നൽകിയ സ്നേഹവും കാരുണ്യവും സമ്പത്തും തിരിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ധിക്കരിക്കുകയും അവരെ വിഷമിപ്പിക്കുകയും അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, അലിവിന്റെ, അനുകമ്പയുടെ
ഒരു ചെറിയ വശം പോലും കാണിക്കാതെ ഒരു ഭാഷയിലുള്ള പ്രയോഗങ്ങൾക്ക് പോലും വിലയിരുത്താൻ കഴിയാത്ത തരത്തിൽ എന്ന് പറഞ്ഞാൽ ഭാഷ പോലും ലജ്ജിച്ചു പോകുന്ന, ഇത് രേഖപ്പെടുത്താൻ വാക്കില്ലാതെ ദുർബലപ്പെടുന്ന അത്രക്ക് കഠിനമായ ക്രൂരതകൾ മാതാപിതാക്കളോട് മക്കൾ പുലർത്തുന്നു എന്നത് വർത്തമാനകാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മറ്റാരെ കൊല്ലുന്നതിനേക്കാൾ മാതാപിതാക്കളെ സ്വന്തം പ്രസവിച്ച ഉമ്മയെ കൊല്ലുന്ന, തന്നെ പരിപാലിച്ച് പോറ്റി വളർത്തിയ ബാപ്പയെ അടിക്കുന്ന, ചീത്ത പറയുന്ന ആ ബാപ്പയെ കൊല്ലുന്ന എത്രയെത്ര കഥകൾ, സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ദൃഷ്ട്യ ഇത് അള്ളാഹു ഹറാമാക്കിയ, അതുപോലെ തന്നെ വൻപാപങ്ങൾ ഉൾപ്പെടുത്തിയ, അതേപോലെ സബുൽ മൂബിഖാത്ത് എന്ന് നമ്മൾ എണ്ണുന്ന 7 വൻപാപങ്ങൾ എന്നൊക്കെ മദ്രസയിൽ പഠിക്കുന്ന മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന വൻപാപങ്ങൾ, അതിലപ്പുറം ശിർക്കിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ള കൊടിയ തിന്മയാണ് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ വാലിദൈൻ, ഉഖൂഖൽ ഉമ്മഹാത്ത്. വാലിദൈൻ വേറുണ്ട്, ഇവിടെ ഉമ്മമാരെ പ്രത്യേകം പറയാൻ. ഉമ്മമാരോട് ഉഖൂഖ്, ഇത് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച പദമാണ്. ഉഖൂഖുൽ വാലിദൈൻ, ബിർറുൽ വാലിദൈൻ, ഇത് രണ്ടും പഠിക്കാത്ത ഒരാളും മദ്രസയിൽ പോയിട്ടുണ്ടാവില്ല. ഉഖൂഖുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ ഉഖൂഖ് എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ അർത്ഥം മുറിക്കുക എന്നാണ്, കഷ്ണിക്കുക എന്നാണ്. ഇപ്പൊ നമ്മള് കുട്ടി ജനിച്ചാൽ മൃഗത്തെ അറക്കും, അതിനെന്താ പറയാ? അഖീഖ അറക്കുക എന്നാ പറയാ. അഖീഖ എന്ന് പറഞ്ഞാൽ അറുക്കപ്പെട്ടത്, മുറിക്കപ്പെട്ടത് എന്നാണ്. കാരണം ഒരു മൃഗത്തെ അറുത്ത് നമ്മൾ ഓഹരി വെച്ച് കൊടുക്കുകയാണ്, ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ആ മൃഗത്തെ അറക്കുന്നു, അതിന്റെ കഴുത്ത് മുറിച്ച് അതിന്റെ ജീവൻ കളയുന്നു. അപ്പൊ അഖ എന്ന് പറഞ്ഞാൽ അറുക്കുന്ന മൃഗത്തിന്റെ കഴുത്ത് മുറിക്കുക എന്നാണ്. അഖീഖ എന്ന് പറഞ്ഞാൽ കഴുത്ത്, തലയും ഉടലും തലയും വേർപിരിക്കപ്പെട്ട, മുറിക്കപ്പെട്ട മൃഗമെന്നാണ്. ഇതാണ് ഇതിന് അടിസ്ഥാനപരമായ അർത്ഥം. ബാപ്പയോട് ഉമ്മയോട് മക്കൾ ചെയ്തു കൊടുക്കേണ്ടുന്ന കടമകളും ബാധ്യതകളും മുറിച്ചു മാറ്റുക, ആ ബന്ധം വിച്ഛേദിക്കുക എന്നതാണ് ഉഖൂഖുൽ വാലിദൈൻ. മാതാപിതാക്കളോടുള്ള ബന്ധം മുറിക്കുക എന്നത് ആ വാക്കിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ നോക്കൂ, എത്ര കണ്ട് പൊക്കിൾക്കൊടിയുമായി മക്കൾ എത്ര കണ്ട് ഗർഭാശയത്തിൽ പ്രസവിക്കുന്നത് വരെ ബന്ധപ്പെട്ട് കിടന്നിരുന്നുവോ, അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തു വന്നതിന് ശേഷം ഉമ്മയും പിതാവും മക്കളുമായി എത്ര കണ്ട് ശാരീരികമായി, സാമ്പത്തികമായി, ഹൃദയം കൊണ്ട് എല്ലാ നിലക്കും ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ അത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ അവർ അത് മുറിച്ചു മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പദം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ മുറിച്ചറുത്ത് മാറ്റുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഹദീസിൽ പറഞ്ഞത് ഉമ്മമാരുമായുള്ള ബന്ധം മുറിച്ചു മാറ്റുന്നത് അള്ളാഹു നിങ്ങൾക്കുമേൽ ഹറാമാക്കിയിരിക്കുന്നു. ഇതാണ് ഇതിൽ ഒന്നാമത് പറയുന്നത്. ശേഷം 5 കാര്യം പറയുന്നുണ്ട്. ആ 5 പറയുന്നതിന്റെ മുന്നേ ഒന്നാമത് പറഞ്ഞത് ഉമ്മമാരോട് ബന്ധം മുറിച്ചു മാറ്റുക. അപ്പൊ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക, അവരെ ധിക്കരിക്കുക, അവരെ വെറുപ്പിക്കുക, അവരെ വെറുക്കുക, ഇതൊക്കെ ഉഖൂഖുൽ വാലിദൈനിൽ പെട്ടതാണ്. ഈ പദം വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇവിടെ ഉമ്മമാരെ പറഞ്ഞത്? അപ്പൊ ബാപ്പമാരുള്ള ബന്ധം വിച്ഛേദിക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ ഗൗരവം നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ഇനി ഇവിടെ ഒരു കാരണം പറയുന്നു, പലപ്പോഴും ബാപ്പയേക്കാൾ ധിക്കരിക്കപ്പെടുക ഉമ്മമാരാണ്. ബാപ്പനെ കുറച്ച് പേടിയുണ്ടാവും, പക്ഷേ ഉമ്മനെ പേടിയുണ്ടാവില്ല. അപ്പൊ ബാപ്പയെ എതിർക്കുന്നതിനേക്കാൾ മക്കൾ ഉമ്മയെ എതിർക്കുന്നു. ഈ എതിർപ്പിന്റെ ഭയപ്പാടുകൊണ്ട് ഒരു പക്ഷേ മക്കൾക്ക് ഉമ്മമാർ കീഴ്പ്പെടുന്നു. അതുകൊണ്ടാണ് 11 മണിക്കും 12 മണിക്കും നേരം വെളുക്കാൻ നേരത്തും വീട്ടിലേക്ക് വാതിലിന് മുട്ടി വരുന്ന മക്കൾക്ക് ബാപ്പ അറിയാതെ ഉമ്മ പോയി വാതിലുറന്നുറക്കുന്നത്. ബാപ്പയെ അല്പം മകൻ എതിർത്തു എന്ന് വരില്ല, പക്ഷേ ഉമ്മയെ എതിർക്കും. ഉമ്മക്കതിനെ നേരിടാൻ കഴിയില്ല, ദുർബലയാൻ, കരുത്തുണ്ടാവില്ല. ഉള്ള പെണ്ണുങ്ങളുണ്ടാവും, അത് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്. എന്നാൽ അധികവും അങ്ങനെയാണ്. അപ്പൊ സാധാരണഗതിയിൽ ധിക്കരിക്കപ്പെടുന്നത് ഉമ്മമാരാണ് എന്നതുകൊണ്ടാണ് ഈ ഹദീസിൽ ഉമ്മമാരോട് ഉഖൂഖ് കാണിക്കുക എന്ന് പറയാൻ കാരണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ഉഖൂഖ്, മാതാപിതാക്കളെ ധിക്കരിക്കുക എന്ന് പറയുന്നതിൽ എന്തൊക്കെ പെടും എന്ന് പ്രത്യേകമായി എണ്ണി പറയേണ്ടതില്ല. കഴിഞ്ഞ 4 ഖുത്ബകളിൽ നമ്മൾ മനസ്സിലാക്കിയതിന് വിരുദ്ധമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഉഖൂഖുൽ വാലിദൈനിൽ പെട്ടതാണ്. കഴിഞ്ഞ ഖുത്ബകളിൽ മനസ്സിലാക്കിയ ഒരു ഹദീസ് ഉണ്ട്, 9 കാര്യങ്ങൾ കബായിറാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം. അതിൽ പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖി, മാതാപിതാക്കൾ കരയുക എന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള ബന്ധവിച്ഛേദനത്തിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ കാരണമായി നമ്മുടെ മാതാപിതാക്കൾ കരയേണ്ടുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാകാം,
വിളി കേൾക്കാത്തത് കൊണ്ടാകാം, മതപരമായ കാര്യമോ ഇനി അവരുടെ ഭൗതികമായ കാര്യങ്ങളോ അവർക്ക് ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ട് ചെല്ലാതെ അത് കേൾക്കാതെ ധിക്കരിച്ച് അതുകൊണ്ട് ഉമ്മ ബാപ്പ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വൻപാപമായ ഹുഖൂഖിൽപ്പെട്ടതാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത സംഭവം ഹദീസുകളിൽ വന്നത് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്തൊക്കെ ഹുഖൂഖ് എന്ന് പറയുന്ന ഈ കടുത്ത പാപത്തിൽ പെടും എന്നതിന് ഈ ഒരു വാക്ക് മതി. അവർ നമ്മൾ കാരണമായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു പക്ഷേ നമ്മുടെ സംസാരം കൊണ്ടാകാം, ചിലപ്പോൾ നമ്മൾ വിളി കേൾക്കാത്തത് കൊണ്ടാകാം, ചിലപ്പോൾ നമ്മൾ മൗനം പാലിച്ചത് കൊണ്ടാകാം, ചിലപ്പോൾ നമ്മളുടെ ഒരു നോട്ടമാകാം, ആ മുഖഭാവമാകാം ഉമ്മ വാപ്പ കരയാൻ കാരണമായതെങ്കിൽ അത് ഈ പറയുന്ന തിന്മകളിൽപ്പെട്ടതാണ്. ഇനി ഇതിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഹദീസ് നമുക്ക് കാണാം. അള്ളാഹു ഹറാമാക്കിയെന്ന് മാത്രമല്ല, നമ്മൾ മദ്രസയിൽ പഠിച്ചൊരു കാര്യമാണ് 7 വൻപാപങ്ങൾ, അതായത് അസ്സബഉൽ മൂബിഖാത്ത്. ഇതൊക്കെ മദ്രസയിൽ എനിക്കുണ്ട് 3-ാം ക്ലാസ് തൊട്ടൊക്കെ ഏതായാലും ഫിഖ്ഹ്, അഖ്ലാഖ്, സ്വഭാവ പാഠങ്ങൾ അല്ലെങ്കിൽ 4-ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ അതിൽ 7 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9 എണ്ണം വന്ന ഹദീസുകളുണ്ട്, 10 എണ്ണം വന്ന ഹദീസുകളുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ആ ഹദീസിൽ 7 എണ്ണം പറഞ്ഞതിന് ശേഷം ഉബൈദുല്ലാഹി ഇബ്നു ഉമൈറിൽ നിന്ന് ഒരു റിവായത്ത് കൂടി ഉദ്ധരിക്കുന്നു. എന്നിട്ട് പറയുന്നു സബഉൽ മൂബിഖാത്ത്. മൂബിഖാത്ത് എന്നാൽ മുഹ്ലിക്കാത്ത് എന്നാണ്, നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങൾ എന്നാണ്. അത് 9 എണ്ണമുണ്ട്. 8ാമത്തതായി ഇതിൽ എണ്ണുന്നത് ഉഖൂഖുൽ വാലിദൈനിൽ മുസ്ലിമൈൻ. മുസ്ലിങ്ങളായ ബാപ്പയോടും ഉമ്മയോടും ഈ പറയുന്ന ധിക്കാരം, വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നതാണ് 8ാമത്തെ കാര്യം. അപ്പോ ഒരു മനുഷ്യനെ നശിഹത്തിലും പരത്തിലും നശിപ്പിച്ചു കളയുന്ന പാപങ്ങളിൽ 8ാമത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഹുഖൂഖുൽ വാലിദൈനാണ്. അവിടെയും തീർന്നില്ല. വൻപാപങ്ങളെ കുറിച്ച് നല്ല പ്രത്യേകമായ ശിക്ഷ ദുനിയാവിലോ ആഖിറത്തിലോ പറയപ്പെട്ടിട്ടുള്ള പാപങ്ങൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ശിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ് വൻപാപങ്ങളിൽ ഏറ്റവും വലുത്. ആ ശിർക്കോട് കൂടിയെത്താൻ മരിച്ചുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഈ ശിർക്ക് കഴിഞ്ഞാൽ 2ാമത്തെ കാര്യമായി ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോട് ഉഖൂഖ് കാണിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് കബായിർ, വൻപാപങ്ങൾ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പൊ നബി പറഞ്ഞു, 1 അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, 2 ഉഖൂഖുൽ വാലിദൈൻ, 3ാമത്തതാണ് ഖത്ലുൻ നഫ്സ്, ആളെ കൊല്ലുക. ഇതല്ലാത്ത ക്രമവും കാണാം. ഇങ്ങനെ ചില ഹദീസുകളിൽ ശിർക്ക് കഴിഞ്ഞാൽ 2ാമത്തെ വൻപാപമായി മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കുക എന്ന് പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ഇനി ഇമാം മുസ്ലിം മാത്രം റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ കബായിർ എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് നബി എണ്ണുകയാണ്. 3 കാര്യങ്ങളാണ് കബായിർ. 1 നേരത്തെ പറഞ്ഞ ശിർക്ക്, 2 മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കൽ, 3ാമത്തേത് കള്ളസാക്ഷ്യം പറയൽ. കള്ളസാക്ഷ്യം എന്നിട്ട് നബി ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു. അപ്പൊ ചാരി ഇരുന്ന് പറയുന്നതും നേരെ ഇരുന്ന് പറയുന്ന തമ്മിൽ ഗൗരവത്തിൽ വ്യത്യാസം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി ഇരുത്തം ഒഴിവാക്കി നേരെ ഇരുന്നു കൊണ്ട് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്ര തവണ നീ പറയണ്ട, യുക്കർരിറുഹ. ഈ 3 തിന്മകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. നബിന്റെ ഈ സംസാരം കേൾക്കുന്ന സഹാബികളുണ്ട്. ആ സഹാബികൾ പറയാണ്, ഹത്താ ഖുൽന, ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പോയി, ഞങ്ങൾ പറഞ്ഞുപോയി, ദൈതഹു സക്കത്ത്, നബി ഒന്ന് മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എത്ര വട്ടം നബി ഇത് പറയുന്നു. എന്നാ പറയണോട് എതിർപ്പല്ല, ആ പറയുന്നത് അവരുടെ മനസ്സിൽ തട്ടി. ഇങ്ങനെ ശിർക്കിന്റെ തൊട്ടടുത്ത തിന്മയായി നബി എണ്ണിയ ഈ പാപം നമ്മൾ മാതാപിതാക്കളോട് ചെയ്തു പോയിട്ടുണ്ടോ? അതിന്റെ ഗൗരവം മനസ്സിൽ തട്ടി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നബിയൊന്ന് മൗനം പാലിച്ചാൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞുപോയി എന്ന് നബിയിൽ നിന്ന് ഈ ഹദീസ് കേട്ട സഹാബികളെ കുറിച്ച് അതേ ഹദീസിൽ തന്നെ പറയുന്നത്. അതുപോലെ നേരത്തുള്ള ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മാതാപിതാക്കളെ ചീത്ത പറയാൻ. ആ ചീത്ത പറയുന്ന അവിടെ ഹദീസിൽ നബി എന്നെ വിശദീകരിച്ചത് നമ്മൾ മനസ്സിലാക്കി. എന്താ മാതാപിതാക്കളെ ചീത്ത അറിയാന്ന് പറഞ്ഞാൽ ഹദീസ് പറയുന്നത് നമ്മൾ നേർക്കേറെ ചീത്ത അറിയാന്നല്ല, നമ്മൾ കാരണമായി മറ്റൊരുത്തൻ നമ്മുടെ ബാപ്പയെയോ ഉമ്മയോ ചീത്ത പറയുക. ഇത് വലിയ തെറ്റായി വൻപാപങ്ങളിൽപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി ഇവിടെ വീണ്ടും പറയാൻ. നമ്മൾ കാരണത്താൽ മറ്റൊരുത്തൻ ബാപ്പയെ ചീത്ത പറയുന്നത് വൻപാപമാണെങ്കിൽ നമ്മൾ നമ്മുടെ ബാപ്പയെയും ഉമ്മയെയും നേർക്കുനേരെ
നമ്മൾ തന്നെ ബാപ്പയും ഉമ്മയും ചീത്ത പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഗൗരവപ്പെട്ടതാവും. മറ്റു നമ്മൾ കാരണക്കാരനാകുന്നേ ഉള്ളൂ. ഇത് നമ്മൾ തന്നെ ബാപ്പയെ ചീത്തറിയാണ്. പല വീടുകളിലും ബാപ്പയെ വിളിക്കുന്നത് എട തള്ളെ എട തന്ത എന്നാണ്. ഞാൻ വെറുതെ പറയണല്ല, വീടുകളിൽ നടക്കുന്ന സംസാരമാണ്. ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കുന്നതിന് പകരം എടി തള്ളെ എന്ന് വിളിക്കുന്ന മുജാഹിദുകളായ ഞങ്ങളാണ് യഥാർത്ഥ സുന്നത്തിന്റെ ഖുർആന്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ദഅവത്തിന് നടക്കുന്ന ആളുകൾ പോലും സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ഈ വിളി നടത്തുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്, കുടുംബങ്ങളിലുണ്ട്. എന്താ കാര്യം? ഇവൻ പറയണ വാപ്പ കേട്ടിട്ടുണ്ടാവില്ല, ഇവൻ പറയണ ഉമ്മ കേട്ടിട്ടുണ്ടാവില്ല. ഈ ഒറ്റ കാരണത്താൽ തന്നെ പ്രസവിച്ച ഉമ്മയെയും ജന്മം നൽകാൻ കാരണക്കാരനായ ബാപ്പയെയും എടയെന്നും തള്ളയെന്നും വിളിക്കുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ചീത്ത, അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതെക്ക് കാക്കേ, ഒന്ന് മിണ്ടാതെക്ക് തള്ളേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാരണമായി മറ്റൊരുത്തൻ നമ്മുടെ ബാപ്പയും ഉമ്മയും ചീത്ത പറയുന്നത് വൻപാവമാണെങ്കിൽ ഇത് വൻപാവമല്ലാതെ പിന്നെ എന്താണ്? അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ ഇതൊക്കെ ഇമാം മുസ്ലിം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ്. അപ്പൊ ഇത് ഹറാമാക്കിയതാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്, പിന്നെ മൂബിഖാത്തിൽപ്പെട്ടതാണ്. ശിർക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ്. 4 തരത്തിലുള്ള ഇതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച ഹദീസുകൾ ഞാൻ വിശദീകരിച്ചു. ഇനി ചില ഹദീസുകളിൽ കാണാം മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന പാപങ്ങളുടെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ 2 കാര്യങ്ങൾക്കുള്ള ശിക്ഷ അല്ലാഹു പരലോകത്ത് കിട്ടുന്നതിന്റെ പുറമെ ദുനിയാവിൽ തന്നെ അത് ദുനിയാവിൽ അല്ലാഹു അനുഭവിപ്പിക്കും, അല്ലാഹു ധൃതിപ്പെടുത്തും എന്ന ഹദീസ് കാണാം. പിന്തിപ്പിക്കുകയില്ല എന്നുള്ള പ്രയോഗങ്ങളും കാണാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിലും അതുപോലെ തന്നെ താരീഖിലും ഇതുപോലെ വേറെ പല പണ്ഡിതന്മാരും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അൽ ജാമിഉ സഗീറിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ്. അപ്പൊ ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കണം. മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തന്ന സേവനത്തെ അവർക്കാവശ്യമായി വരുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്നേഹവും ബാക്കിയുള്ളതല്ല, അല്ലാത്ത കാര്യങ്ങൾ സ്നേഹം എപ്പോഴും വേണം. ബാപ്പക്ക് ആവശ്യമുണ്ടെങ്കിലേക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം, ഇഷ്ടം കൊടുക്കണം, അവരെ എതിർക്കാൻ പാടില്ല. ചിലപ്പോൾ പൈസയോ ചികിത്സയോ സഹവാസമോ ഒക്കെ ആവശ്യമുണ്ടൊക്കെ ചെയ്താൽ മതി. അതാവശ്യമില്ലെങ്കിൽ അവരവരെ കഴിഞ്ഞിട്ട് പോയിക്കോളും. അപ്പോ സ്ഥിരമായി നൽകേണ്ടതും ആവശ്യമുള്ളപ്പോൾ നൽകേണ്ടതുമായ കാര്യങ്ങളുണ്ട്. ഇത് കൊടുക്കാതിരിക്കുക എന്നതാണ് ഉഖൂഖ്. അപ്പൊ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുക്കേണ്ടപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ആ കടം നമ്മളിൽ ബാക്കിയാകുന്നു. ഈ കടം പരലോകത്തേക്ക് അല്ലാഹു നീട്ടിവെക്കൂല, ദുനിയാവിൽ തന്നെ അത് വീട്ടപ്പെടും എന്നതാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഒരു ഹദീസ് നോക്കൂ, തബറാനി ഉദ്ധരിച്ചതും നേരത്തെ പറഞ്ഞ പോലെ ബുഖാരി ഉദ്ധരിച്ചതും ഒക്കെയായ സഹീഹായ ഹദീസ്. ഇസ്നാൻ, 2 കാര്യങ്ങൾ, യുഅജ്ജിലുഹും അല്ലാഹു ഫിദ്ദുനിയ, ഈ 2 കാര്യങ്ങളെ അല്ലാഹു ദുനിയാവിൽ തന്നെ ധൃതിപ്പെടുത്തും, പരലോകത്തേക്ക് നീട്ടിക്കൂല. തഅജീൽ, പെട്ടെന്ന് ദുനിയാവിൽ തന്നെ അല്ലാഹു ധൃതിപ്പെടുത്തി കൊടുക്കുന്ന 2 കാര്യങ്ങളുണ്ട്. വേറെ ചില റിപ്പോർട്ടിൽ വന്നത് പാപങ്ങളെ അല്ലാഹു പരലോകത്തേക്ക് പിന്തിപ്പിക്കും, 2 എണ്ണം ഒഴിച്ച് അത് അങ്ങോട്ട് നീട്ടിവെക്കൂല, ഇവിടെ തന്നെ കൊടുക്കും. അതിന് ബാക്കി അവിടെ ഉണ്ടാവും, ഇവിടുന്ന് കിട്ടിയോണ്ട് രക്ഷപ്പെടും വിചാരിക്കണ്ട. അതാണ് ചില ഹദീസ്. ആ ഹദീസും സഹീഹാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് അൽ ബഗ്യു, അതിക്രമമാണ്. ആളുകളോട് ചെയ്യാൻ പറ്റാത്ത അതിക്രമം, ശരീരം കൊണ്ടോ നാവ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മറ്റെന്തെങ്കിലും നിലക്ക് പല നിലക്കുള്ള അക്രമങ്ങളുണ്ട്. ഏതക്രമമാകട്ടെ, അതിക്രമം. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കുക എന്ന് പറയുന്നത്, ഇത് 2ഉം അല്ലാഹു ദുനിയാവിൽ തന്നെ ആ കടം വീട്ടുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഹദീസിൽ കടം വീട്ടെന്നല്ല പറഞ്ഞത്, ഇത് അല്ലാഹു ധൃതിയിൽ കൊടുക്കും. അത് വെച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു ദുനിയാവിൽ തന്നെ തിരിച്ചു പിടിക്കുന്ന കടമാണ് ഈ കാര്യം എന്നത്. അപ്പൊ ഒന്നാമത് പറഞ്ഞ എന്താ? ബഗി എന്ന് പറഞ്ഞാൽ പണക്കാരൻ പണമില്ലാത്തവനെയോ, അതുപോലെ തന്നെ ഇനി തൊഴിലാളി മുതലാളിയെയോ, പിന്നെ താഴ്ന്ന തരത്തിൽ ജീവിക്കുന്നവൻ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവനെയോ, ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവൻ താഴെത്തരത്തിൽ ജീവിക്കുന്നവനെയോ, ഭരണാധികാരി പ്രജയെയോ, ഇനി എന്ത് നിലക്കാണ് എങ്ങനെ എങ്ങോട്ട് അക്രമം ഉണ്ടായാലും ശരി, അള്ളാഹു പറഞ്ഞതിന് അപ്പുറത്തൊരു അക്രമം നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മാനസികമായി ഏത് നിലക്കുള്ള അക്രമം നടത്തിയാലും ആ അക്രമം ദുനിയാവിൽ വെച്ച് തിരിച്ചു കിട്ടും, അള്ളാഹു അത് ധൃതിപ്പെടുത്തും. കണ്ടില്ലേ, രാജ്യം ഭരിക്കുന്ന ദുഷ്ടന്മാരായ ഭരണാധികാരികൾ, എത്രയെത്ര ഭരണാധികാരികളെയാണ് ആ രാജ്യത്തെ പ്രജകൾ പിടിച്ചുകെട്ടി തച്ചുകൊന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ പിന്നെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുവരെ ആളുകളെ നിഷ്ഠൂരമായി ജയിലിലടച്ച് വെളിച്ചം കാണാതെ ഭക്ഷണം കൊടുക്കാതെ അനങ്ങാൻ കഴിയാതെ ബന്ധിപ്പിച്ച ആളുകളാണ്. അവരെ ആ നാട്ടിലെ ജനങ്ങൾ പിടിച്ചുകെട്ടി, അല്ലെങ്കിൽ പാതിരക്ക് ഫ്ലൈറ്റിൽ വേറെ രാജ്യത്തേക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. തന്റേതാക്കി വെച്ച രാജ്യത്ത് 1 ഇഞ്ച് ഭൂമി പോലും കിട്ടാത്ത അവസ്ഥയിൽ ഭരണാധികാരികൾ. അപ്പോ ഇത് തിരിച്ചു കിട്ടുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കുക.
സാമ്പത്തികമായി നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. അങ്ങനെ ഏത് തരത്തിലുള്ള അക്രമവും ദുനിയാവിൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്ന് മനസ്സിലാക്കണം. ആളുകളുടെ സമ്പത്ത് മുക്കി കമ്പനി സ്വന്തമാക്കുന്നവനും കച്ചവടം സ്വന്തമാക്കിയവനും ഷെയർ ഹോൾഡറെ പിരിച്ചുവിട്ടവനും തിരിച്ചടിക്കും. കാരണം അത് അക്രമമാണ്, സാമ്പത്തികമായ അക്രമമാണ്. അടിച്ചവൻ അങ്ങനെ തന്നെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ദുനിയാവ് കിട്ടും. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞ നമ്മളെ വിഷയവുമായി ബന്ധമാണ് ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ ധിക്കാരം എന്ന് പറയുന്നത് അത് ദുനിയാവിൽ തിരിച്ചു കിട്ടും. എങ്ങനെ തിരിച്ചു കിട്ടല്? നമ്മൾ മാതാപിതാക്കളോട് കാണിച്ച ധിക്കാരമെന്തോ അതേ ധിക്കാരം നമ്മൾ പോറ്റി വളർത്തിയ മക്കളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും. ഇത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല. കുടുംബങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ചില കുടുംബങ്ങളിൽ വല്യാപ്പമാരോട് മക്കൾ പെരുമാറിയ പെരുമാറ്റമെന്തോ ആ അതേ പെരുമാറ്റം അവന്റെ മക്കൾ, അതായത് ആ വല്യാപ്പന്റെ പേരക്കുട്ടികൾ തിരിച്ച് ഈ ബാപ്പക്ക് കൊടുക്കുന്നു. അത് അല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണ്. ഇത് കണ്ടിട്ടെങ്കിലും അനുഭവിച്ചിട്ടെങ്കിലും മനുഷ്യൻ പഠിക്കട്ടെ. ഇപ്പൊ ചില പണ്ഡിതന്മാർ അവരുടെ നാട്ടിലുണ്ടായ ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയത് കാണാം. ഒരു വീട്ടിൽ സന്തുഷ്ടമായി ജീവിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിൽ കുടുംബനാഥൻ മക്കളെ പോറ്റി വളർത്തി. അദ്ദേഹം പ്രായം ചെന്നു, വയസ്സായി. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഊര വളഞ്ഞു, പുറം വളഞ്ഞു, അല്ലെ, ഡിസ്കിന് വളവ് വരും. അങ്ങനെ വളഞ്ഞു, വായിൽ നിന്ന് കേലേൽക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പ്രായം ചെല്ലുമ്പോൾ ചുണ്ടൊക്കെ മലന്നു പോകും, അപ്പൊ തൊള്ളയിൽ നിന്ന് നീരൊലിക്കും. സ്ട്രോക്ക് വന്നാൽ വായിൽ തിന്നുമ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേലൊലിക്കും. ചില രക്ഷിതാക്കൾ കല്യാണത്തിന് പോരാൻ തയ്യാറാവില്ല. എന്താ, ഞാൻ എന്റെ വായിലേക്ക് ഭക്ഷണം ഇട്ടാൽ, ഭക്ഷണം ചവച്ചാൽ ആ ഭക്ഷണം അടക്കം ഉമിനീരോട് കൂടി ഒരു തലക്ക് കൂടി ഒലിച്ചു വരും. ഇത് സദസ്സിലിരുന്ന് വേറുള്ളവർ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കൊരു വിഷമാവും. ഞാൻ പോരുന്നില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുന്ന ബാപ്പമാർ നമ്മുടെ വീട്ടിലുണ്ടാകും, ഉമ്മമാരുണ്ടാകും. അത് അവരുടെ വിഷമം കൊണ്ടാണ്. അങ്ങനെ വായിലൂടെ കേല ഒലിക്കുന്ന അവസ്ഥയെത്തുക, മസിലുകൾ ബലക്ഷയം സംഭവിക്കുക. ഇങ്ങനെയുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ മരുമകൾ ഈ അമ്മോശനോട് നീരസവും വെറുപ്പും പ്രകടിപ്പിച്ചു. എന്തിനാ ഈ തന്ത്രം ഞാൻ നോക്കുന്നത്? അങ്ങനെ മക്കളെ കൂടി ഈ നിലക്കുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഈ ഉമ്മ കൊണ്ടുപോയി, ആ ഉമ്മന്റെ കുട്ടികളെ. അങ്ങനെ ഈ മകൻ, അതായത് ഈ പെണ്ണിന്റെ ഭർത്താവ്, ഈ ബാപ്പന്റെ മകൻ, ആ മകൻ ഇവളുടെ ആ മന്ത്രം കേട്ട് ബാപ്പയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചു. ഇയാളെ നമ്മളെ വീട്ടിൽ വേണ്ട. അപ്പം ചെറിയ കുട്ടി ചോദിക്കാൻ, വല്യാപ്പന്റെ പേരക്കുട്ടി ചോദിക്കാൻ, എന്തിനാണ് നമ്മൾ ചോദിക്കല്ലോ, എന്തിനാണ് ഉപ്പ ബാപ്പാപ്പനെ അല്ലെങ്കിൽ വല്യപ്പൻ എന്തിനാണ് നിങ്ങൾ പുറത്താക്കുന്നത്? അപ്പൊ ഈ ബാപ്പന്റെ മറുപടി ഈ കുട്ടിനോട് സ്വന്തം ബാപ്പ പറയാൻ, അത് നിങ്ങൾക്ക് ബാപ്പനോട് വെറുപ്പില്ലാതിരിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി കൊടുത്ത മറുപടി, എങ്കിൽ അതെ ശരി ബാപ്പ, നിങ്ങളെയും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊള്ളാം. എന്നാ ഞങ്ങൾക്ക് ബാപ്പനോട് വെറുപ്പില്ലാതെക്കാനാണല്ലോ നിങ്ങൾ വല്യാപ്പനെ പുറത്താക്കുന്നത്. അപ്പൊ ഞങ്ങൾ വലുതാവുമ്പോ നിങ്ങളോട് വെറുപ്പില്ലാതെക്കാൻ എന്ത് ചെയ്യാ, നിങ്ങളെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തായിക്കോളുണ്ട്. ഞങ്ങളെ കുട്ടികൾക്ക് നിങ്ങളോട് വെറുപ്പില്ലാതെക്കാൻ നിങ്ങളെ ഞങ്ങൾ പുറത്തായിക്കോളാം എന്ന് മറുപടി പറഞ്ഞത് ഒരു പണ്ഡിതൻ രേഖപ്പെടുത്തിയാണ്, എന്റെ വാചകല്ല. അതുപോലെ തന്നെ ഒരു സംഭവം അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, ഒരുത്തൻ ബാപ്പയെ മുഖത്തടിക്കുന്നു. മുഖത്തടി കിട്ടി ബാപ്പ കരയുന്നു. കരച്ചിൽ കിട്ട് ആളുകൾ, ഈ വേദനയുള്ള കരച്ചിൽ കിട്ട് ആളുകൾ ഓടിക്കൂടുന്നു. അങ്ങനെ ഓടിക്കൂടിയ ജനങ്ങൾ ഈ ബാപ്പയെ തച്ച മകനെ തല്ലാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നു. അപ്പോ ഈ തല്ല് കിട്ടിയ ബാപ്പ ആംഗ്യം കാണിക്കാൻ എന്നിട്ട് പറയുന്നു, അവനെ നിങ്ങൾ വിട്ടേക്ക്, എന്റെ മകനെ നിങ്ങൾ വിട്ടേക്കൂ, അവൻ എന്നെ തച്ചോട്ടെ, അവനെ നിങ്ങൾ അടിക്കാൻ പോകണ്ട. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ, ഇത് ഈ തല്ല് കിട്ടിയ ബാപ്പ, ഞാൻ 20 കൊല്ലം എന്റെ ബാപ്പയെ ഇതേ സ്ഥലത്ത് വെച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, എന്റെ ബാപ്പനെ ഞാൻ തച്ചതിന് തിരിച്ചെനിക്ക് എന്റെ മകനിൽ നിന്ന് കിട്ടുന്നു. എന്നിട്ട് ആ പണ്ഡിതൻ രേഖപ്പെടുത്താൻ, ദുനിയാവിൽ വെച്ച് തന്നെ വീട്ടപ്പെടുന്ന കടമാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന ഉഖൂഖ്. മൂന്നാമത്തെ സംഭവം അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, ഒരുത്തൻ ബാപ്പയെ നിലത്തുകൂടി വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. വീടിനുള്ളിൽ നിന്ന് വലിച്ച് വാതിൽക്കലെത്തി. അപ്പൊ ഈ വലിച്ചഴക്കപ്പെടുന്ന ബാപ്പ സ്വന്തം മകനോട് പറയാണ്, മകനെ നിർത്തൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നെ നീ കൊണ്ടുപോകല്ലേ. അപ്പൊ മകൻ പറയുന്നു, ഇവിടെയല്ല, നിങ്ങളെ ഞാൻ റോഡിലേക്ക് ഇറക്കി വിടാൻ പോവാൻ. അപ്പൊ അദ്ദേഹം ബാപ്പ പറയാൻ, മകനെ മതി മതി മതി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ ബാപ്പയെ ഈ വാതിൽ വരെയാണ് വലിച്ചിഴച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ബാപ്പ എവിടെ വരെ കൊണ്ടുവന്നു, അത് കിട്ടിയാൽ മതി എനിക്ക്, അതിവിടെ തിരിച്ചു കിട്ടുകയാണ്, ഇതിൽ അപ്പുറത്തേക്ക് റോട്ടുമലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് ഈ ഇഴക്കപ്പെട്ട ബാപ്പ സ്വന്തം അനുഭവം വെച്ച് ഇവിടെയും രേഖപ്പെടുത്തുന്നത് കാണാം. തിരിച്ചു കൊടുക്കേണ്ട, ദുനിയാവിൽ തന്നെ തിരിച്ചു കൊടുക്കേണ്ട കടമാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇത് അറബ് ലോകത്ത് നടന്നെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ നമ്മൾ എത്രയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്.
മുമ്പത്തെ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ മക്കളെ കാണാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക് മക്കൾ അവരോടുള്ള ധിക്കാരങ്ങളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും നോട്ടങ്ങളുമാകുമ്പോൾ അവരെ കാണേണ്ടതില്ല, നേരത്തെ ഉറങ്ങിയാൽ മതി, അവൻ പോയി എഴുന്നേറ്റാൽ മതി എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നുവെങ്കിൽ അതൊക്കെ ഈ പറയുന്ന ഉഖൂഖിൽപ്പെട്ടതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർക്ക് ബിർറും ഇഹ്സാനും നൽകുകയും ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ നേരെ വിപരീതം ഇവിടെ എന്താ? സ്വർഗം കിട്ടുകയില്ല. ഉഖൂഖുൽ വാലിദൈനാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ സ്വർഗം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നസായി അതുപോലെ തന്നെ മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത് കാണാം. 3 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആ 3 ആളുകളെ നോക്കുകയില്ല. നോക്കൂലെന്നല്ല, ഇങ്ങനെ നോക്കൂല കാണൂല എന്നല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുക അള്ള നമ്മൾ നോക്കൂല, നമ്മൾ അള്ളാന്റെ കണ്ണെന്ന് ഒഴിവായില്ലെന്നാ രക്ഷപ്പെടാന്ന്. അതല്ല, ഇങ്ങനെ വേറെയും പല ഹദീസുകളിലും പല വിഷയങ്ങളെ കുറിച്ചും വന്നിട്ടുണ്ട്. ആ നോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം, റഹ്മത്തിന്റെ നോട്ടം. അത് ഈ ആളുകൾക്ക് കിട്ടുകയില്ല. ഇവിടെ 3 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒറ്റൊന്നേ പറയുന്നുള്ളൂ, കാരണം നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ തന്നെ, സമയക്കുറവുണ്ട്. ഒന്നാമത് പറഞ്ഞത് അൽ ആഖു ലി വാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് അനുസരണക്കേടും ധിക്കാരവും പ്രവർത്തിച്ച ആ മകൻ, അവനിലേക്ക് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. അതേ ഹദീസിൽ വീണ്ടും പറയാൻ 3 ആളുകൾ അല്ലെങ്കിൽ 3 തരത്തിൽപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒന്നാമത് എണ്ണിയത് അൽ ആഖു ലി വാലിദൈഹി, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടുകയില്ല, അവർ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല. ഇനി ഇമാം അഹ്മദ് ഉദ്ധരിച്ച വേറെ ഹദീസിൽ 3 കൂട്ടം ആളുകൾക്കുമേൽ അള്ളാഹു സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു. സ്വർഗത്ത് കിടക്കൂല, സ്വർഗം അവന് ഹറാമാണ്. ഒന്നാമത്തത് മുഴുകുടിയൻ, രണ്ടാമത്തത് അൽ ആഖു, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം മാതാപിതാക്കളെ ധിക്കരിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവൻ. അപ്പോ ഈ ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമോ സ്വർഗമോ ലഭിക്കുകയില്ല, അതവർക്ക് നിഷിദ്ധമാണ് എന്ന് 3 ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ എത്രത്തോളം ഗൗരവമുണ്ട് എന്നത് നമ്മൾ ആലോചിക്കുക. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ആളുകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ വരെ ഇത് കാരണമാകാമെന്നാണ്. ഇതും സ്വഹീഹായ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. സലാസ, 3 തരത്തിൽപ്പെട്ട ആളുകൾ. ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല, അള്ളാഹു ഈ 3 തരത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് സർഫ് എന്ന് പറഞ്ഞാല് നമ്മൾ കടയിൽ നിന്ന് വസ്ത്രം എടുക്കാൻ വാങ്ങുന്ന സർഫല്ല. അറബി ഭാഷയിലൊരു സർഫുണ്ട്, പദങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഞാൻ, നീ, അവൾ എന്നൊക്കെ പറയാൻ, അങ്ങനെ ക്രിയയുമായി ബന്ധപ്പെട്ട് മാറ്റുന്ന രീതികൾ. ഇവിടെ സർഫ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം എന്നാണ്. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കുകയില്ല. വലാ അദ്ലൻ, അവർ ചെയ്തതിന് നഷ്ടപരിഹാരം, ഞങ്ങൾ ഇങ്ങനൊക്കെ ചെയ്ത് തെറ്റ് ചെയ്തു പോയി, അതിന് ഞങ്ങൾ നഷ്ടപരിഹാരം തരാം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് വിട്ടയക്കോ, അതും അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത, പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടാത്ത 3 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്നാമത്തേത് ആഖുൻ, ഈ പറഞ്ഞ മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരാകുന്നു. ഇവൻ പിന്നെ പരലോകത്ത് രക്ഷപ്പെടുവോ? അപ്പൊ നേരത്തെ സ്വർഗം ഹറാമാണ് എന്ന് പറഞ്ഞിടത്തേക്ക് ഇവൻ എത്തും. കാരണം അവൻ ചെയ്ത അമലുകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല, മറ്റൊന്നും തണ്ടം കൊടുത്ത് മോചിപ്പിക്കാൻ കഴിയുകയില്ല. അങ്ങനത്തെ ഒരു ഏർപ്പാട് പരലോകത്തില്ല. ഫൈൻ അടിച്ചിട്ട് രക്ഷപ്പെടൂല. ഇവിടെ ശിക്ഷ അനുഭവിക്കാം, അല്ലെങ്കിൽ ഫൈൻ അടക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലേക്ക് രക്ഷപ്പെടാൻ പറ്റും. പരലോകത്ത് ആ ജാതി ഏർപ്പാടൊന്നുമില്ല. അപ്പോ അങ്ങനെ വന്നാൽ പിന്നെ അവൻ രക്ഷപ്പെടുകയില്ല. അപ്പൊ ഇതും അതിന്റെ ഗൗരവം, അതിന്റെ ശിക്ഷയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പലപ്പോഴും മക്കളുടെ സ്വഭാവമാകാം, ചിലപ്പോൾ ഇവിടെ പിന്നെ മരുമക്കൾ, അതായത് മക്കളുടെ ഭാര്യമാർ ഇതിന് പലപ്പോഴും കാരണക്കാരാകാറുണ്ട്. ഇതും കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നതിന്റെ ഒറ്റ വരി മാത്രം. ഏറ്റവും കടപ്പെട്ടത് ഉമ്മമാരോടാണ്, പിന്നെ കടപ്പെട്ടത് മാതാപിതാക്കളോടാണ്, പിന്നെയുള്ള കടപ്പാടാണ് ഭാര്യയോട്. എന്നാൽ പലപ്പോഴും ബാപ്പയെയോ ഉമ്മയെയോ അല്ലെങ്കിൽ ബാപ്പയെയും ഉമ്മയെയും ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ ഇഷ്ടത്തിനു വേണ്ടി, അവർക്ക് അവരോടുള്ള വെറുപ്പ് അത് ഭർത്താവ് കൂടി മകൻ കൂടി ഏറ്റെടുത്തുകൊണ്ട് മാതാവിനെയോ പിതാവിനെയോ രണ്ടുപേരെയോ വെറുപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരോട് ശത്രുതാപരമായി വീട്ടിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ വീട് വിട്ടുപോകുന്ന, എന്നിട്ട് അവരെ ഒറ്റക്ക് താമസിപ്പിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ കാരണക്കാരനാരാ? കാരണക്കാർ ഈ മരുമകളാണ്. അപ്പൊ അതിനെന്താ പ്രതിവിധി? ഇത് മനസ്സിലാക്കുക. 3-ാം സ്ഥാനത്ത് മാത്രമാണ് എന്റെ ഭാര്യ. അപ്പോ ബാപ്പയുടെയോ ഉമ്മയുടെയോ രണ്ടുപേരുടെയോ വെറുപ്പ് സ്വീകരിച്ച് അവർക്കുള്ള ഇഷ്ടം നൽകാതെ ഭാര്യയുടെ ഇഷ്ടം ഞാൻ തേടുക എന്ന് പറയുന്നത് ഈ ഭർത്താവ് മനസ്സിലാക്കണം, ഇത് ഉഖൂഖിൽപ്പെട്ടതാകുന്നു. എന്നാ ഓളെ ഉറപ്പിക്കണം എന്നല്ല, പക്ഷേ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവളുടെ ഇഷ്ടത്തിന് വേണ്ടി മാതാപിതാക്കളെ വെറുപ്പിക്കുന്നിടത്തേക്ക് മക്കൾ പോയാൽ ആ കുടുംബം രക്ഷപ്പെടുകയില്ല.
ദുനിയാവിലും ആഖിറത്തിലും അവരും രക്ഷപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്ത് രക്ഷപ്പെടുന്ന, ധിക്കാരം കാണിച്ച് നരകം അനിവാര്യമാവുകയും സ്വർഗം നിഷിദ്ധമാവുകയും ചെയ്യുന്ന കൂട്ടത്തിൽ പെടാതെ സ്വർഗം ലഭിക്കുന്ന ആളുകളിൽ നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ബിർറുൽ വാലിദൈൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞുപോയ ഒരു കാര്യമുണ്ട്. അതാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ തൊട്ടടുത്ത് പറഞ്ഞ എന്താ, മാതാപിതാക്കൾക്ക് ബിർറും ഇഹ്സാനും, നന്മയും പുണ്യവും ചെയ്തു കൊടുക്കണം. അള്ളാഹുവിനെ ആരാധിക്കണം, അതുപോലെ അള്ളാഹുവിന്റെ വിധിയാണ് മാതാപിതാക്കൾക്ക് ബിർറും ഇഹ്സാനും ചെയ്യാൻ. അവിടെ തൗഹീദിനോട് ചേർത്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെ അള്ളാഹു കൂട്ടി പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, 3 കാര്യങ്ങളെ അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ചേർത്ത് പറയപ്പെട്ട കാര്യങ്ങളിൽ ഒന്നില്ലെങ്കിൽ മറ്റത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അതെന്താ? അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക. പ്രവാചകനെ അനുസരിക്കാത്ത ഒരുത്തന്റെ അള്ളാഹുവിനുള്ള അനുസരണം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. സൂറത്ത് മുഹമ്മദിലെ 33-ാമത്തെ വാചകം. അതുപോലെ തന്നെ 2-ാമത്തേത് സക്കാത്ത്, ഹജ്ജ്. നോമ്പും നമസ്കാരവും സക്കാത്തും. ഒരുത്തൻ നമസ്കരിക്കുന്നു, സക്കാത്ത് അവൻ കൊടുക്കാൻ തയ്യാറാകുന്നില്ല, അത് ഞാൻ കൊടുക്കൂല എന്ന് പറയുന്നു, സക്കാത്തിനെ തടയുന്നു, എങ്കിൽ അവന്റെ നമസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഖുർആനിൽ 28-ലധികം സ്ഥലങ്ങളിൽ നമസ്കാരവും സക്കാത്തും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തേത് അനിഷ്കുർ ലീ വലിവാലിദൈക, മാതാപിതാക്കളോട് അള്ളാഹുവിന് നന്ദി കാണിക്കണം. തൊട്ട് ചേർത്ത് അള്ളാഹ് പറയാൻ, നിങ്ങളുടെ ബാപ്പക്കുമ്മക്കും നന്ദി കാണിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ശുക്രിനോട് ചേർത്താണ് മാതാപിതാക്കളുടെ ശുക്രിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തൗഹീദിനോട് ചേർത്ത് ബിർറുൽ വാലിദൈൻ പറഞ്ഞു, അള്ളാഹുവിനുള്ള നന്ദിയോട് ചേർത്ത് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ 2 മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, അവിടെ തൗഹീദിന്റെ വിപരീതം എന്താ? ഷിർക്കിനോട് ചേർത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല 2-മതായി ഹുഖൂഖുൽ വാലിദൈനെ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ അതിന്റെ ഹദീസുകൾ വിശദീകരിച്ചു. അപ്പൊ ഇവിടെ ഇതെല്ലാം കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? തൗഹീദിനോട് ചേർത്ത് പറയപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ശുക്രിനോട് ചേർത്ത് പറയപ്പെട്ടതാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, മാതാപിതാക്കൾക്ക് നന്മ കാണിക്കുക. ഷിർക്കിനോട് ചേർത്ത് പറയപ്പെട്ട തിന്മയാണ് മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഷിർക്കിനെ പോലെ സൂക്ഷിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഗൗരവമായി നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന വിഷയമാണ് മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കുക എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ ജുറൈജ് എന്ന് പറയുന്ന മഠത്തിൽ കഴിഞ്ഞ സന്യാസി നമസ്കരിക്കുമ്പോ ഉമ്മ വന്ന് വിളിച്ചിട്ട് മറുപടി കൊടുക്കാതിരുന്നപ്പോൾ ഉമ്മ ഈ നമസ്കരിച്ചുകൊണ്ടിരുന്ന മകനെതിരിൽ നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായി വേശ്യയുടെ വേശ്യയാൽ വേശ്യക്ക് കീഴ്പ്പെട്ടിട്ടില്ലെങ്കിലും വേശ്യയുടെ കാരണമായി അവൾ ഉന്നയിച്ച ആരോപണം കാരണത്താൽ സമൂഹത്തിൽ വ്യഭിചാരിയായി ചിത്രീകരിക്കപ്പെട്ടുപോയ ഒരു അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത സന്യാസി എന്ന് പറഞ്ഞാൽ നാസിക്, അറബിയില് സന്യാസിക്ക് നാസിക് എന്നറിയാം, അള്ളാഹിനെ ഇബാദത്ത് എടുത്ത് ജീവിക്കുന്ന ആള്. ആ ആൾക്ക് ദുനിയാവിൽ അപമാനമേറ്റു. എന്താ കാര്യം? ഉമ്മന്റെ വിളി കേട്ടില്ല. എപ്പോഴും നിസ്കരിക്കുമ്പോ, ഫോൺ നോക്കുമ്പോ, മൊബൈൽ നോക്കുമ്പല്ല, ഇതിക്കാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. അപ്പോ അല്ലാത്ത നിലക്ക് ഉമ്മമാരുടെ വാപ്പമാരുടെ വിളിയും അവരുടെ താല്പര്യങ്ങളും നമ്മൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എത്രത്തോളം ഈ ഉമ്മമാരുടെ വെറുപ്പ് തിരിച്ച് അവരുടെ പ്രാർത്ഥന നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് മെമ്പറിലേക്ക് കയറുമ്പോൾ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അതുപോലെ അല്ലാതെ നബി പറഞ്ഞ കാര്യങ്ങൾ അടക്കം എന്താണ് അവിടൊക്കെ സൂചിപ്പിക്കുന്നത്, പ്രായം ചെന്ന മാതാപിതാക്കൾ അവരുടെ കൂടെ ജീവിക്കുന്നവരായി ഉണ്ടാവുകയും എന്നിട്ട് സ്വർഗം നേടാതിരിക്കുകയും ചെയ്തവനെ അള്ളാഹു നിന്ദിക്കട്ടെ. ആ നിന്ദ്യതയുടെ 2 വ്യാഖ്യാനങ്ങൾ തൊബ്രാനിയുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് മുമ്പത്തെ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരെ ഇത്തരം ആളുകൾക്ക് നിന്ദ്യമാകാൻ വേണ്ടി ഒന്നുകിൽ നശിച്ചു പോകാൻ അല്ലെങ്കിൽ നാട്ടിൽ മാനം കെടാൻ 2 നിലക്കാണെങ്കിലും ആ അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന ഈ ആളുകൾക്കെതിരിൽ നബി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ പ്രാർത്ഥന അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളോട് മാത്രമല്ല, അവർക്കെതിരെ മാത്രമല്ല, ലോകാവസാനം വരെ ഈ സ്വഭാവം ഏതൊക്കെ ബാപ്പനോടും ഉമ്മനോടും ആരൊക്കെ പ്രകടിപ്പിക്കുന്നുവോ അവർക്കൊക്കെ എതിരിലാണ് നബിന്റെ പ്രാർത്ഥന എന്ന് മനസ്സിലാക്കണം. ആ പ്രാർത്ഥന നമുക്കും എതിരാകുമോ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ വചനങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. സൂറത്തുൽ ഇസ്രാ പലപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇമാമിയങ്ങൾ ഓതുന്ന സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഇസ്രാ.
അതിൽ 23, 24 ആയത്തുകളിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത്? അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു, പുണ്യം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ. നമ്മൾ പലപ്പോഴും കേട്ടതാണ്, ഞാൻ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. മാതാപിതാക്കളിൽ 2 പേരിൽ ഒരാൾ നിന്റെ അടുക്കൽ പ്രായമെത്തുകയോ ഔ കിലാഹുമ അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും പ്രായമെത്തുകയോ ചെയ്താൽ. എന്തിനാ ഈ പ്രായമെത്തിയ ബാപ്പനെയും ഉമ്മനെയും പറയുന്നത്? ബാപ്പക്ക് ആരോഗ്യമുണ്ട്, യുവത്തുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ സഹായം ബാപ്പക്ക് ആവശ്യമുണ്ടോ, ഉമ്മക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് സഹായം ആവശ്യമായി വരുന്നത് ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ്, രോഗിയാകുമ്പോഴാണ്, വയസ്സാകുമ്പോഴാണ്, പൈസ ഇല്ലാതാകുമ്പോഴാണ്, മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ളപ്പോഴാണ്. അപ്പൊ രോഗമോ അല്ലെങ്കിൽ പ്രായാധിക്യം കാരണമോ അങ്ങനെയുള്ള ഒരു ബാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയുമോ നിന്റെ അടുക്കൽ, മറ്റോന്റെ പുരയിൽ, ഓന്റെ പുരയിൽ, പെങ്ങളെ പുരയിൽ എന്നല്ല, എന്തക് മകന്റെ അടുക്കൽ ഇവരൊരാളോ 2 പേരോ ഉണ്ടായാൽ ഫലാ തഖുല്ലഹുമാ ഉഫിൻ, നീ അവരോട് ഉഫിൻ എന്ന വാക്ക്, ഇതൊക്കെ മദ്രസയിൽ പഠിച്ച ഉഫിൻ എന്ന് പറഞ്ഞാൽ ഛേ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വാക്ക്. അതിന് വേറൊരു പദമല്ല. ഉഫിൻ എന്ന് പറഞ്ഞാൽ വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നാണ്. പറഞ്ഞോളന്നില്ല. വയസ്സായ വാപ്പനോടും ഉമ്മനോടും മാനസികമായി നമ്മൾ വെറുപ്പ് തോന്നുന്നു. ഈ മൂത്രം വാരണം, ആ മലം കോരണം, ഈ ഛർദ്ദിച്ച് തുടക്കണം, ബാപ്പന്റെ കേല തുടക്കണം, പിന്നെ ബാപ്പ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഇപ്പം വീട്ടിലെ ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്നുണ്ടാവും, പറയുന്നുണ്ടാവും, അപ്പൊ ഈ കാക്കൻ അവിടെ പോറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു വെറുപ്പുണ്ടെങ്കിൽ അതുപോലും ഉഫിൻ എന്ന് പറഞ്ഞതിൽ പെടും, മനസ്സിലാണെങ്കിൽ. ഇനി അത് പറഞ്ഞാലോ അതായാലും ഗുരുതര. അതുകൊണ്ട് വലാ തഖുല്ലഹുമാ ഉഫിൻ, വെറുപ്പിന്റെ ഒരു വാക്കും ഈ പ്രായമെത്തിയ നിന്റെ ബാപ്പയോടും ഉമ്മയോടും നീ പറയരുത്. വലാ തൻഹർഹുമാ, അവരെ നീ ആട്ടരുത്. നേരത്തെ പറഞ്ഞ തന്തേ, തള്ളേ, പോടാ, എടാ, എടി എന്ന് വിളിക്കുന്നത് തൻഹർഹുമാ, ആട്ടിപ്പായിപ്പിക്കലാണ്, വിരട്ടലാണ്. വിരട്ടരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, പറിച്ച് എന്താ കൊടുക്കേണ്ടത്? മാന്യമായ സംസാരം നിന്റെ ബാപ്പനോടും ഉമ്മനോടും നീ പറയണം. പിന്നെയോ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വിരിച്ചു കൊടുക്കണം. വല്ലാത്തൊരു സാഹിത്യ പ്രയോഗമാണത്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷി ചിറക് വിരിച്ച്, ഈ കാക്കയും അല്ലെങ്കിൽ എളുറാടനും അതുപോലുള്ള പരുന്തൊക്കെ ഒറ്റാൻ വരുമ്പോ ചിറക് വിരിച്ച് മക്കളെ ഉള്ളിലൊതുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് രാത്രി ചിറകിനുള്ളിലാക്കിയിട്ട് ചൂട് പകരുന്നു. ഈ ചൂട് കിട്ടിയിട്ടാണ് മക്കൾ വരുന്നത്. നിങ്ങൾ 24 മണിക്കൂർ പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ ഇതിലങ്ങനെ വിൽക്കാൻ കൊണ്ടോ അല്ലെ ഫാമെന്ന് വാങ്ങും. അതിന് പിന്നെ നല്ല ചൂടുള്ള സാധാ ബൾബ്, ഈ ജാതി ബൾബ് പറ്റൂല, സാധാ ബൾബ് കത്തിച്ചു കൊടുക്കണം. ഇത്ര എണ്ണം കോഴിക്ക് ഇത്ര ബൾബ് കത്തിക്കണമെന്നാണ്. അല്ലേ കോഴിമക്കളെ ചത്തു. ഒരു പൈസയും മുടക്കില്ലാതെ ഈ ചൂട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഉമ്മന്റെ തള്ളപ്പക്ഷിന്റെ ചിറകിനടിന്നാണ്. അതേ പ്രയോഗമാണ്. നിങ്ങൾ നിങ്ങളുടെ ബാപ്പക്കും ഉമ്മക്കും കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തരത്തിലും സംരക്ഷണത്തിലാകട്ടെ നിങ്ങളുടെ ബാപ്പയും ഉമ്മയും. അപ്പൊ ഇവൻ മതി എന്നെ നോക്കാൻ, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് സമാധാനിക്കാൻ കഴിയണം. അവിടെ നിന്നില്ല വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവിടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാത്രം പറഞ്ഞില്ല. ഞങ്ങളെ ചെറുപ്പത്തിൽ എങ്ങനെ ബാപ്പയും ഉമ്മയും പരിപാലിച്ചുവോ, ശിക്ഷണം നൽകിയോ, അതുപോലെ അള്ളാഹുവേ എന്റെ ഈ പ്രായമെത്തിയ ബാപ്പക്കും ഉമ്മക്കും നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക കൂടി വേണം. നമ്മൾ ചെയ്തു കൊടുത്തത് പോരാ, അതിന് പുറമെ അവരോട് റഹ്മത്ത് കാണിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുകൂടി ഈ ആയത്തിൽ അള്ളാഹു അതിലെല്ലാം ഉണ്ട്. ഈ ഒരായത്തിൽ എന്തൊക്കെ എങ്ങനെ മാതാപിതാക്കൾക്ക് നമ്മൾ സംരക്ഷണമാകണം എന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പാലിക്കുക, പഠിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നല്ല മക്കളാകാൻ, മക്കൾ കഴിഞ്ഞ ഖുത്ബയിൽ അവസാനം ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കളോടൊപ്പം പരലോകത്ത് കുടുംബമായി, തറവാട്ടുകാരായി, ഒരു വീട്ടുകാരായി ജീവിക്കാൻ, അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കുടുംബമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബാപ്പയും ഉമ്മയും സ്വർഗത്തിലും നമ്മൾ അവർ കാരണത്താൽ, അവരോട് കാണിച്ച ധിക്കാരം കാരണത്താൽ സ്വർഗം കിട്ടാതെ നരകത്തിലേക്കും അകറ്റപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ ആകിപ്പോവുകയാണെങ്കിൽ അതിൽ വലിയ നഷ്ടം വരുന്നില്ല. അത്തരം പരലോകം നഷ്ടപ്പെടുത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മെ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന എല്ലാ കടമകളും അതേ അർഹതയിലും പൂർണ്ണതയോടും കൂടി തിരിച്ചു കൊടുക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിവും ശക്തിയും കഴിവും മാനസികമായ വിശാലതയും സഹനശേഷിയും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരിക്കലും അവർ കാരണമായി നരകത്തിലേക്ക് പോകുന്ന ധിക്കാരികളായി, ആക്കുകളായി ഞങ്ങളെ നീ മാറ്റല്ലേ അള്ളാഹുവെ. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ അതിലപ്പുറം ഒരു വിചാരം കൊണ്ടുപോലും അവരോട് ഞങ്ങൾ വെറുപ്പുള്ളവരാക്കി നീ മാറ്റരുത് റഹ്മാനെ. അവർ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ അവരെ ഞങ്ങൾക്ക് നീ കാരണമാക്കി തീർക്കണമേ. അതിനെന്താ അവസരം? അത്രയും ബാപ്പനെയും ഉമ്മനെയും നോക്കാൻ നമുക്ക് അവസരം കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അങ്ങനെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ പരിപാലിച്ചതുപോലെ അവരെ നീ പരിപാലിക്കുകയും അവരുടെ പാപങ്ങൾ